ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വാട്ടർമെലൺ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിൻ വേണ്ടത് വത്തക്ക തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വത്തക്ക ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഷുഗർ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പുറത്തോട്ട് വരും. അപ്പോൾ നമുക്കതിൽ ജ്യൂസൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഷുഗറൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അതിൽ യോജിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ വാട്ടർമെലൺ എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ പാലും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ട് വേണം ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗറൊക്കെ കറക്റ്റ് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള വത്തക്കയ്ക്ക് അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് പിങ്കിഷ് കളർ കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കറക്റ്റ് കളറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ വാട്ടർമെലൺ ഡ്രിങ്കിന് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചിയ സീഡ്സ് ആണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സോക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അടുത്ത ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഡ്രിങ്കിൽ ടേസ്റ്റ് കൊടുക്കണ. അപ്പോൾ സാധാരണ നമ്മൾ സബ്ജ സീഡൊക്കെ അല്ലേ ചേർക്കുന്നത്, നമ്മൾ കറുത്ത കസകസ്, അതിന് പകരമായിട്ട് ഇതൊന്ന് ചേർത്ത് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചിയ സീഡ്സ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഇതുപോലത്തെ തരി പോലെ ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. ചിയ സീഡ്സിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഒമേഗ 3 ഉണ്ട്. അപ്പോൾ വെയിറ്റൊക്കെ കുറക്കണവർ യൂസ് ചെയ്യുന്ന ഒരു സീഡാണ്. ഇപ്പോൾ നമുക്ക് ചിയ സീഡ്സൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഐസ്ക്രീം കുറച്ചും കൂടി ഒന്ന് മെൽറ്റായി കിട്ടാനുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് മെൽറ്റായിക്കോളും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വത്തക്കയ്ക്കും നല്ല തണുപ്പുണ്ടായിന്, ഉപയോഗിച്ചിട്ടുള്ള പാലിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ എത്ര പണിയുള്ളത് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് നല്ല എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് ഈ ചൂടത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നമ്മളെ വിശപ്പ് മാറും, ദാഹവും മാറി കിട്ടും. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.